കാലം അടയാളപ്പെടുത്തിയ കളി, ഒന്നും പറയാനില്ലാത്ത കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 85 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു 80 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെസ്സിയുടെ കാലുകളെ പിടിച്ച് കെട്ടാൻ ആർക്കും പറ്റില്ല. രൗദ്രഭാവം പൂണ്ട മെസ്സിയെയും സ്കലോനിയുടെ പിള്ളേരെയും പിടിച്ചു കെട്ടാൻ ഇംഗ്ലണ്ടിനും പറ്റിയില്ല. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെളുപ്പിന് 12:30 നടന്ന അർജന്റീനയുടെ ഇംഗ്ലണ്ടിൻ്റെയും കളി. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന അർജന്റീന, 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇംഗ്ലണ്ടായിട്ട് ഇത്ര നാൾ കളിച്ചിട്ട് ഒരു കളിയും ജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. ഒരു കളിയും ജയിച്ചിട്ടില്ല എന്നല്ല, 11 കളി കളിച്ചാൽ 6 കളി ഇംഗ്ലണ്ട് ജയിച്ചു. ബാക്കിയുള്ള കളികൾ സമനിലയുണ്ട്, അർജന്റീനയ്ക്ക് ജയമുണ്ട്. 1986 ലോകകപ്പിൽ നേരിട്ടപ്പോൾ നമ്മുടെ മറഡോണയുടെ ദൈവത്തിൻ്റെ കൈയും പ്രവർത്തിച്ചു, അതുപോലെ നൂറ്റാണ്ടുകൾ രേഖപ്പെടുത്തിയ ഗോളും പിറന്നു. അതിനുശേഷം 2002 ഏറ്റുമുട്ടി, അത് സമനിലയിൽ പിരിഞ്ഞു. നമ്മൾ ഈ നടന്ന കളി കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ അർജന്റീനയെ കുറ്റം പറയുന്ന കളിക്കാർക്ക് എന്താ പറയാനുള്ളത്? അതാണ് എൻ്റെ ചോദ്യം. കളിയുടെ മനോഹാരിത, ലാറ്റിൻ അമേരിക്കൻ ശൈലിയിലുള്ള കളി, നമ്മൾ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു ശൈലിയിലുള്ള കളിയായിരുന്നു അത് നിങ്ങൾ സ്വിറ്റ്സർലൻഡായിട്ടുള്ള കളി എടുത്ത് നോക്കിയാലും കാണാം, അതുപോലെ തന്നെ ഈജിപ്റ്റായിട്ടുള്ള കളി എടുത്താലും കാണാം, ഇന്നലത്തെ ഇംഗ്ലണ്ടായിട്ടുള്ള കളി എടുത്താലും കാണാം, ഈ കഴിഞ്ഞ ഇംഗ്ലണ്ടായിട്ടുള്ള കളി. കാരണം ഓരോ ടീമിനോടും ഏത് തരത്തിൽ കളിക്കണമെന്ന് അർജന്റീനയ്ക്ക് അറിയാം. അതാണ് സ്കലോനിയുടെ തന്ത്രം. സ്കലോനി പുറത്തെടുത്താൽ ആർക്കും അതിനെതിരെ നിൽക്കാൻ ആർക്കും പറ്റില്ല. ഇന്നലത്തെ കളിയെ പറ്റി നോക്കിക്കഴിഞ്ഞാലേ ആകെ 36% ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ ബോളുള്ളൂ. ഇംഗ്ലണ്ടിന്റെ ബെക്കാമായാലും ബെല്ലിംഗാമായാലും ബെക്കാമല്ല, ഹാരി കെയ്ൻ ആയാലും ബെല്ലിംഗാമായാലും ഏത് കളിക്കാരായാലും ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. അവർ ഒരു ഗോൾ അടിച്ചപ്പോൾ എന്ത് ജയിച്ചു എന്ന് വിചാരിച്ച് മറ്റേ വൻമതിൽ തീർക്കാൻ പോയി. ഈ വൻമതിലിനെ അതിനെ കട്ട് ചെയ്ത് അടിക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടെന്നേ. നമ്മുടെ ടീമിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുണ്ട്. മെസ്സിനെ കൊണ്ട് അടിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ നോക്കുന്തോറും മെസ്സി അതിനെ അസിസ്റ്റ് ചെയ്ത് മെസ്സി കളി വിജയത്തിലേക്ക് കൊണ്ടുവരും. 85-ാമത്തെ മിനിറ്റിലാണ് ഗോൾ അടിച്ചത്. ഞങ്ങൾ കളി കണ്ട അർജന്റീന ഫാൻസ് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ കളി കണ്ട ബ്രസീൽ ഫാൻസ് ആയാലും ഫ്രാൻസിന്റെ ടീമായാലും ആർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളിയായിരുന്നു. കാരണം അതുപോലുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള കളി. ആർക്കാണ് ഈ കളിയിൽ കുറ്റം പറയാനുള്ളത്? കുറ്റം പറയാനുള്ളവർ പറയാ. എന്നിട്ട് നമുക്ക് കളീനെ പറ്റി ഞാൻ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. കളീനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിലേ, കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 64% കളി അർജന്റീനയുടെ കയ്യിലായിരുന്നു ബോൾ പൊസിഷൻ. അതുപോലെ തന്നെ ടോട്ടല് ഷോട്ട് 15 ഷോട്ടാണ് അർജന്റീന അടിച്ചത്. അതിനകത്ത് 5 ഷോട്ടാണ് ഇംഗ്ലണ്ട് അടിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇംഗ്ലണ്ടിനെയൊക്കെ പൊക്കി പറയുമ്പോൾ നമ്മൾ കളിയുടെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയിട്ട് വേണം പറയാൻ. അതുപോലെ തന്നെ ഓൺ ടാർഗറ്റ് ഷോട്ട് വന്നത് 5 ഷോട്ടാണ് അർജന്റീന അടിച്ചത്. അടിച്ച ഷോട്ടൊക്കെ ഗോളായിട്ടില്ല, ഒന്നും പറയാനില്ല. അതുപോലത്തെ, കാരണം ബാറില്ല എന്നല്ല, ബാറുമ്മ തട്ടി എത്ര ബോൾ പോയി. അതുപോലെ തന്നെ ലെക്ക് ഉണ്ടായിരുന്നില്ല അർജന്റീനയ്ക്ക്. ലെക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഗോളിന്റെ എണ്ണം കൂടിയനെ. പക്ഷെ എങ്കിലും നമ്മൾ തോക്കാൻ തയ്യാറായിട്ടല്ലാന്ന് പിള്ളേർ ഇറങ്ങിയത്, അവർ ജയിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇറങ്ങിയത്. 2 ഷോട്ടാണ് ഇംഗ്ലണ്ട് അടിച്ചോളൂ, അതിനകത്ത് ഒരു റൺ ഗോളായി. അപ്പൊ അതിനുശേഷം കംപ്ലീറ്റ് കളി അർജന്റീനയുടെ കയ്യിലായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ കിടന്നിട്ട് എൻ്റെ ടീം പോയി അതുകൊണ്ട് മറ്റുള്ള ടീമിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, അർജന്റീന എൻ്റെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മനോഹരമായിട്ടുള്ള കളി ഇന്നലെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അർജന്റീനയുടെ കാണാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ഫൈനൽ കാണണമെങ്കിലും നല്ല കളി കാണണമെങ്കിൽ അർജന്റീന ഉള്ളതുകൊണ്ട് കാണണമെന്ന് ചിന്തിച്ചിട്ട് വേണം കളി കാണാൻ നിൽക്കാൻ. അല്ലാതെ കുറ്റം പറഞ്ഞിട്ടും റഫറി സഹായിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല കാണേണ്ടത്. ഇന്നലത്തെ കളിയിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? റഫറിനെ പറ്റി എന്ത് പറയാനുണ്ട്? അർജന്റീനയ്ക്ക് ഒരു ഫേവറും പുള്ളി ചെയ്തു കൊടുത്തിട്ടില്ല, ഇല്ലെങ്കിലും ഒരു റഫറിയും ചെയ്തു തരില്ല. കാരണം ഇവർക്ക് റഫറി ഫേവർ ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടാൽ അവരുടെ ആ ജീവിതത്തിൽ അവർക്ക് പിന്നെ ഈ റഫറിയുടെ ഫീൽഡിലേക്ക് വരാൻ പറ്റില്ല എന്ന്. അതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഇരുന്നുകൊണ്ട് ഫിഫ സഹായിച്ചു, അവർ സഹായിച്ചു എന്നൊന്നും പറയണത് നടപടിയുള്ള കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് ഇനി സ്പെയിൻ്റെ കൂടെ നിൽക്കാം. സ്പെയിൻ്റെ കൂടെ നിന്നിട്ട് നിങ്ങൾ സ്പെയിനെയും കൂടി തോപ്പിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഠിനമായിട്ട് പരിശ്രമിക്കാം. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാണ്. പുള്ളിക്ക് മോട്ടിവേഷൻ വേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കണത്. അപ്പോൾ പുള്ളി ഇന്നലെ ഒരു ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ബുള്ളറ്റ്
ഗീവ് അവേയിൽ കൊടുക്കാണ്. അർജന്റീന ജയിക്കുമെന്ന് കമന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനും കമന്റ് ചെയ്യുന്നുണ്ട്. ആ ബുള്ളറ്റ് ഒന്ന് മഴ നനയാതെ എടുത്ത് മാറ്റി വെച്ചിട്ടേ നറുക്കെടുക്കുമ്പോൾ എൻ്റെ പേരൊന്നും എടുത്തിട്ട് എനിക്ക് തന്നേക്ക്. എനിക്ക് ബുള്ളറ്റിനോട് ഒരു നല്ലൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ ബുള്ളറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പുള്ളിയുടെ ബുള്ളറ്റ് എന്നുള്ളൊരു പേരുമായി നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നടക്കുമെന്ന് നോക്കട്ടെ. പിന്നെ കുറേ ആൾക്കാർ തല മുട്ടടിക്കുന്നു പറഞ്ഞിട്ടൊരു കുഞ്ഞാവ തല മുട്ടടിക്കുന്നു പറഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തിരുന്നവൻ എൻ്റെ ചങ്ങാതി ഒന്നും പറയാനില്ല. അവൻ്റെ അപ്പുറത്തിരുന്നവരാണ് നീ അടിക്കണ്ട ഞാൻ അടിച്ചോളാന്ന്. അപ്പോൾ അവൻ മുട്ടടിച്ചു അതൊരു വീഡിയോ ഇട്ടു. പക്ഷെ മറ്റവനാണ് മുട്ട അടിക്കേണ്ടായിരുന്നു ശരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളാരും മസിൽ പിടിക്കണ്ട. ഈ മാക്കാന്തവള തമിഴ്നാടുടെ ഫ്രണ്ടിൽ നിന്ന് മസിൽ പിടിക്കുന്ന മാതിരിയാണ് അർജന്റീനയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും മസിൽ പിടിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾക്ക് സ്കലോണിയുടെ പിള്ളേരെയും മെസ്സിനെയും എല്ലാവരും വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ ഈ ലാറ്റിൻ അമേരിക്ക ശൈലിയിലുള്ള കളി നിങ്ങൾ മനോഹരമായിട്ടുള്ള കളി കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജന്റീനയുടെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇനി അങ്ങോട്ടുള്ള കളികളിൽ നിങ്ങൾ എല്ലാവരും സ്പെയിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ലാമിൻ യമാലിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും, മുട്ടൂത്തി പ്രാർത്ഥിക്കും. ലാമിൻ യമാലിനെ പൊട്ടിയിട്ട് ഇതൊക്കെ കൊണ്ടുപോവാ. ഞങ്ങൾ ഞങ്ങളുടെ കളി കാണിച്ചു തരാം സ്പെയിൻ്റെ അടുത്ത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കപ്പും അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് മെസ്സി ഉയർത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അതൊരു വിശ്വാസമുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 2 കപ്പ് അടുപ്പിച്ച് ഞങ്ങൾ മേടിക്കുന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക്. 8ാമത്തെ വാലന്റിയറിൽ ഇനിയും ഒരെണ്ണം വരും, 9ാമത്തെ വരും. പിന്നെ ഗോൾഡൻ ബോൾ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും ഈ പ്രാവശ്യം. അപ്പോൾ ഇനി നിങ്ങളുടെ ടീമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മെസ്സിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അവർ കളിക്കുന്ന പിള്ളേരല്ലേ, കളിക്കുന്ന പിള്ളേർ ജയിച്ചു വരട്ടെന്ന്. നിങ്ങളല്ലാതെ ഈ വൈരാഗ്യവും വിദ്വേഷവും ഉള്ളിൽ വെച്ചുകൊണ്ട് കളീനെ നേരല്ല. നിങ്ങൾ കളിയെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാവാം, അല്ലാണ്ട് എൻ്റെ ടീമിനെ മാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫാൻസ് വാറൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നല്ല വേൾഡ് കപ്പിൻ്റെ ഇനി വരുന്ന ഫൈനൽ നല്ല രീതിയിൽ ആസ്വദിക്കുക. ഇനി 3rd പൊസിഷനിലേക്കുള്ള കളിയുണ്ട് ഫ്രാൻസും ഇന്നലെ തൊട്ട് ഇംഗ്ലണ്ടും തമ്മിൽ. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിക്കുക. ഞങ്ങൾ സ്പെയിനായിട്ട് ഞങ്ങൾ കളിച്ച് സ്പെയിൻ്റെ പെട്ടിക്കും ഒരു 3-4 ആണി അടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ അങ്കമാലിക്കാരൻ ജിനോയ് ഇവിടെ പറയുന്നു.